Hi my dear friends, എല്ലാവർക്കും MP ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും നിരന്തരമായിട്ട് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. പല ആളുകളും പേഴ്സണലായിട്ടും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നതാണ് ഏതൊക്കെ പുസ്തകങ്ങളാണ് വായിക്കേണ്ടത്. GS4, 1, 2, 3, 4 അതുപോലെ തന്നെ പൊളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് അതിനൊക്കെ ഏതൊക്കെ പുസ്തകങ്ങൾ വായിക്കണം. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന് ഏതൊക്കെ കമ്പൈലേഷൻ വായിക്കാൻ പറ്റും, ഏത് പത്രമാണ് വായിക്കേണ്ടത്, പ്രിലിംസിന് ഏത് കാര്യങ്ങളാണ് വായിക്കേണ്ടത്. അപ്പോൾ ഇതിനൊക്കെ ഉള്ളൊരു പൂർണ്ണമായൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു മറുപടി ആയിട്ടാണ് നമ്മൾ ഇന്നിവിടെ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഞാൻ ഓരോ സബ്ജക്റ്റുകളും ഏത് പുസ്തകങ്ങളാണ് വായിക്കേണ്ടത് അത് തന്നെ ഞാനൊരു ഓപ്ഷണൽ എന്നുള്ള രീതിയിൽ ഒരു പുസ്തകം എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ചില പ്രധാനപ്പെട്ട പുസ്തകങ്ങളും അതിൻ്റെ കൂടെ തന്നെ ചില ആളുകൾ ഈ ഇത്തരം പുസ്തകങ്ങൾ കൂടി പ്രിഫർ ചെയ്യാറുള്ള രീതിയിലൊക്കെ ആയിരിക്കും വീഡിയോ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോകൾ കാണുന്നതിന് മുന്നായിട്ട് നിങ്ങളൊരു നോട്ടും പേനയും എടുത്ത് നോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ വ്യക്തമായിട്ട് അറിയേണ്ടതുണ്ട്. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഇനി പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ കൂടിയും ഇപ്പോൾ തന്നെ എന്ത് ചെയ്യണം, അത്തരത്തിലുള്ള പുസ്തകങ്ങളും മെറ്റീരിയൽസൊക്കെ സംഘടിപ്പിക്കാൻ സാധിച്ചാൽ നമുക്ക് ഒന്നുപാടെ പഠനം ഈസിയാക്കാൻ പറ്റും. കാരണം ആ സമയത്ത് പ്രിപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പുസ്തകത്തിന് വേണ്ടി നടക്കേണ്ട ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇത് വ്യക്തമായിട്ട് എഴുതി വെക്കുക. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നിർബന്ധമായിട്ട് ഞാൻ പറയുന്ന ആ പുസ്തകങ്ങൾ എന്തായാലും ഉടനെ തന്നെ നിങ്ങൾ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ചില ഓപ്ഷണലായിട്ട് പറയുന്ന പുസ്തകങ്ങൾ നിങ്ങൾ വേണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയതിനു ശേഷം അവരുടെ അഭിപ്രായം കൂടി ചോദിച്ചതിന് ശേഷം വാങ്ങിയാൽ മതിയാവും. അപ്പോൾ വ്യക്തമായിട്ട് എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഞാനതിനൊക്കെ മറുപടി സാവധാനമെങ്കിലും നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് NCERT ബുക്സുകൾ നിങ്ങൾ ഏതൊക്കെയാണ് നിർബന്ധമായിട്ടും വായിക്കേണ്ടത് എന്നുള്ളതാണ്. കാരണം NCERT ആണ് നമ്മുടെ ബേസിക് ആയിട്ട് നമ്മൾ പലപ്പോഴും പറയാറ്. അതാണ് നമ്മളെ ഫൗണ്ടേഷനായിട്ട് നമ്മൾ നന്നായിട്ട് പല പ്രാവശ്യം വായിച്ച് ക്ലിയർ ചെയ്യേണ്ട ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് NCERT പുസ്തകങ്ങൾ. അതിൽ എല്ലാ NCERT പുസ്തകങ്ങളും നമുക്ക് വായിക്കേണ്ടതില്ല. പ്രധാനമായിട്ടും നമ്മളെ പ്രിലിംസ് ആൻഡ് മെയിൻസ് ഓറിയൻ്റഡ് ആയിട്ട് നമ്മൾ വായിക്കേണ്ട NCERT ബുക്കുകളുടെ ലിസ്റ്റാണ് നമ്മൾ ആദ്യം പറയുന്നത്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ വായിക്കേണ്ടതാണ്. ഇതൊരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് NCERT എന്നുള്ളത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഓർമ്മയിൽ വെക്കുക. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ ഞാൻ പറയുന്ന പുസ്തകങ്ങളുടെയൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തുക എന്നുള്ളതും ശ്രദ്ധിക്കുക. അതിലൊന്നാമത്തെ ക്ലാസ് 6 മുതൽ ക്ലാസ് +2 വരെയാണ് നമ്മൾ NCERT കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ക്ലാസ് 6ൽ നമുക്ക് 2 പുസ്തകങ്ങളാണ് നോക്കേണ്ടത്. ഒന്ന് ഹിസ്റ്ററിയുടെ ഒരു പുസ്തകമുണ്ട്, അവർ പാസ്റ്റ് എന്നുള്ളൊരു പുസ്തകവും, അതുപോലെ തന്നെ ജോഗ്രഫിയുടെ ദ എർത്ത് അവർ ഹാബിറ്റാറ്റ് എന്നുള്ള ഒരു പുസ്തകമുണ്ട്. അത് രണ്ടുമാണ് നിങ്ങൾ നോക്കേണ്ടതെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത് ക്ലാസ് 7 ആണെങ്കിൽ ഹിസ്റ്ററിയുടെ അവർ പാസ്റ്റിൻ്റെ സെക്കൻഡ് ഉണ്ട് അതിൽ, അതുപോലെ തന്നെ ജോഗ്രഫി അവർ എൻവയോൺമെൻറ്റ് എന്നുള്ളൊരു പുസ്തകമുണ്ട്. ഈ 2 പുസ്തകമാണ് ക്ലാസ് 7th നിങ്ങൾ വായിക്കേണ്ടത്. ക്ലാസ് 8ലാണെങ്കിൽ നിങ്ങൾ ഹിസ്റ്ററിയുടെ അവർ പാസ്റ്റിൻ്റെ തേർഡ് ഉണ്ട്, അതുപോലെ തന്നെ ജോഗ്രഫിയുടെ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു പുസ്തകമുണ്ട്. ഈ 2 പുസ്തകമാണ് നിങ്ങൾ വായിക്കേണ്ടത് ക്ലാസ് 8ൽ. ക്ലാസ് 9th ക്ലാസ്സിലാണെങ്കിൽ ജോഗ്രഫിയുടെ കണ്ടംപററി ഇന്ത്യ ഫസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് എന്നുള്ളൊരു പുസ്തകമുണ്ട്, അതുപോലെ തന്നെ എക്കണോമിക്സ് എന്നുള്ളൊരു പുസ്തകമുണ്ട്. ഈ 3 പുസ്തകങ്ങളാണ് ക്ലാസ് 9th നിങ്ങൾ നിർബന്ധമായിട്ടും വായിക്കേണ്ടതെന്നുള്ള അറിഞ്ഞിരിക്കുക. അടുത്തതായിട്ട് ക്ലാസ് 10th വരികയാണെങ്കിൽ ജോഗ്രഫി നമ്മൾ 9th പറഞ്ഞ പുസ്തകത്തിൻ്റെ കണ്ടംപററി ഇന്ത്യയുടെ സെക്കൻഡ് പാർട്ട് ഇവിടെയാണുള്ളത്, അത് വായിക്കണം. അതുപോലെ തന്നെ പൊളിറ്റിയുടെ ഒരു ബുക്കുണ്ട്, ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് എന്നുള്ള ബുക്കുണ്ട്, അത് വായിക്കണം. അതുപോലെ തന്നെ എക്കണോമിക്സിൻ്റെ ഒരു ബുക്കുണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു ബുക്കുണ്ട്, ആ ബുക്കും. ഈ 3 പുസ്തകങ്ങളാണ് ക്ലാസ് 10th നിർബന്ധമായിട്ടും വായിക്കേണ്ടത്. പിന്നെ ക്ലാസ് 11th നിങ്ങൾ വരികയാണെങ്കിൽ ഒന്ന് ഫൈൻ ആർട്സിൻ്റെ ഒരു ബുക്കുണ്ട്, ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ആർട്സ് എന്നുള്ളൊരു ബുക്കുണ്ട്, അത് പാർട്ട് 1 ആണ് അതിലുള്ളത്, അത് വായിക്കണം. അതുപോലെ തന്നെ ജോഗ്രഫിയുടെ 2 പുസ്തകങ്ങളുണ്ട്, ഒന്ന് ഫണ്ടമെൻ്റൽ ഓഫ് ഫിസിക്കൽ ജോഗ്രഫിയും ഉണ്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ ഫിസിക്കൽ എൻവയോൺമെൻറ്റ്. ഇങ്ങനെ 2 പുസ്തകങ്ങളാണ് നിങ്ങൾ ജോഗ്രഫിക്കായിട്ട് ക്ലാസ് 11th പഠിക്കേണ്ടത്. അതുപോലെ തന്നെ പൊളിറ്റിക്സിൻ്റെ ഒരു പുസ്തകമുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്നുള്ളൊരു പുസ്തകമുണ്ട്, അത് നിങ്ങൾ നിർബന്ധമായിട്ടും വായിക്കണം എന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത് തന്നെ അതുപോലെ തന്നെ എക്കണോമിക്സിൻ്റെ ഒരു പുസ്തകമുണ്ട്, ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു പുസ്തകമുണ്ട്, അത് നിർബന്ധമായിട്ടും ക്ലാസ് 11th നിങ്ങൾ വായിക്കേണ്ടതുണ്ട്. ഇത്രയും പുസ്തകങ്ങളാണ് നിങ്ങൾ ക്ലാസ് 11th വായിക്കേണ്ടത്. ഇനി ക്ലാസ് 12th വരികയാണെങ്കിൽ +2 വരികയാണെങ്കിൽ ഹിസ്റ്ററിയുടെ ഒരു പുസ്തകമുണ്ട്, അത് തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി ഫസ്റ്റും സെക്കൻഡും തേർഡും, ഇത് 3 നിങ്ങൾ നിർബന്ധമായിട്ട് അതിൽ ഹിസ്റ്ററിക്ക് വേണ്ടി വായിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ജോഗ്രഫിക്കായിട്ട് ഫണ്ടമെൻ്റൽസ് ഓഫ് ഹ്യൂമൻ ജോഗ്രഫി, അതുപോലെ തന്നെ ഇന്ത്യ പീപ്പിൾ ആൻഡ് എക്കോണമി എന്നുള്ള 2 പുസ്തകങ്ങൾ നിർബന്ധമായിട്ടും വായിക്കണം എന്നറിഞ്ഞിരിക്കുക. എക്കണോമിക്സിലേക്ക് വരികയാണെങ്കിൽ ഒരു
ഒരു മാക്രോ എക്കണോമിക്സിൻ്റെ ഒരു പുസ്തകമുണ്ട് +2 അത് നിർബന്ധമായിട്ടും വായിക്കണം. പിന്നെ അതുപോലെ തന്നെ ബയോളജി, നമുക്ക് സയൻസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അറിയാൻ, എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടിയും ബയോളജിയുടെ ഒരു ബുക്കുണ്ട്. അതിൽ എല്ലാ ചാപ്റ്റേഴ്സും വായിക്കേണ്ടതില്ല. ചാപ്റ്റേഴ്സ് 13, 14, 15 and 16 വായിക്കുക. അതിൽ എൻവയോൺമെൻറ്റിൽ നിന്ന് വരുന്നൊരു ഭാഗമാണ്, അത് വായിക്കേണ്ടത് നിർബന്ധമായിട്ടും. അപ്പോൾ നിങ്ങൾ NCERTയിൽ 6th മുതൽ +2 വരെ വായിക്കേണ്ട പുസ്തകങ്ങൾ ഏതൊക്കെയെന്നുള്ളൊരു ലിസ്റ്റാണ് ഞാനിവിടെ പറഞ്ഞത്. ഈ പുസ്തകങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ കവർ ചെയ്യേണ്ടതുണ്ട്. ഇതിൻ്റെ കൂടാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊന്ന് 6th മുതൽ നിങ്ങൾക്ക് 10th വരെയെങ്കിലും ഒരു ബേസിക് സയൻസ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി വായിക്കുന്നത് നല്ലതാണ്. ബേസിക് സയൻസ് പക്ക ബേസിക് സയൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കുറവാണെങ്കിൽ കൂടിയും അതിലൊരു ഐഡിയ കിട്ടാൻ വേണ്ടി 10th വരെയുള്ള സയൻസ് വായിക്കുന്നതും നല്ലതാണ്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ NCERTയിൽ നിർബന്ധമായിട്ടും നിങ്ങൾ കവർ ചെയ്യേണ്ട വായിക്കേണ്ട പുസ്തകങ്ങൾ. ഈ പുസ്തകങ്ങൾ നിങ്ങൾ പ്രിപ്പറേഷനിലേക്ക് ഇപ്പോൾ ഇറങ്ങിയ ആളുകളാണെങ്കിലും ഇനി ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിലും ഉടൻ തന്നെ നിങ്ങൾ അത് കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചാൽ പിന്നെ നമുക്ക് പ്രിപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടിയുള്ളൊരു നെട്ടോട്ടം ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടിയും അത് നന്നായിട്ട് വായിക്കാൻ വേണ്ടിയും അത് വായിച്ച് അതുമായി ബന്ധപ്പെട്ട നോട്ട്സ് തയ്യാറാക്കാൻ വേണ്ടിയും ശ്രമിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് NCERT നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ ഇനി പറയുന്നത് അതർ റെഫറൻസ് പുസ്തകങ്ങളാണ്. നമ്മളിപ്പം ഈ NCERT വായിക്കുന്നതിലോടുകൂടി നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെ ഒരു ബേസിക് അവയർനെസ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ സബ്ജക്റ്റിൻ്റെ ബേസിക് കിട്ടി അതിൻ്റെ എക്സ്ട്രാ റീഡിങ്ങിന് നിങ്ങൾ എടുക്കേണ്ട പുസ്തകങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ്. അതിൽ ഓരോ പുസ്തകങ്ങളെങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ വാങ്ങേണ്ടതുണ്ട്. ഇനി അതിലും കൂടുതൽ റീഡിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരു എക്സ്ട്രാ പുസ്തകം കൂടി ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്. അത് അത്രത്തോളം നിർബന്ധമില്ല. നിങ്ങൾക്ക് എക്സ്ട്രാ റീഡിങ് താല്പര്യം ഉണ്ടെങ്കിൽ സ്വീകരിക്കാവുന്നതാണ്. അതിൽ നമ്മൾ ഒന്നാമതായിട്ട് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് കൾച്ചറിനെ കുറിച്ചാണ്. അതിൽ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി, ആൻഷ്യൻ്റ് ഇന്ത്യ, മെഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ അങ്ങനെ 3ആയിട്ട് തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ തന്നെ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ എക്സ്ട്രാ വരുന്നുണ്ട്. അതിൽ ആൻഷ്യൻ്റ് ഇന്ത്യയിൽ നമുക്ക് സ്വീകരിക്കാവുന്ന പുസ്തകം എന്ന് പറയുന്നത് RS ശർമ്മയുടെ ഇന്ത്യാസ് ആൻഷ്യൻ്റ് പാസ്റ്റ് എന്നുള്ള പുസ്തകമാണ്. അപ്പോൾ ആ പുസ്തകം നന്നായിരിക്കും. നമ്മൾ ഓൾറെഡി +1, +2 NCERTൻ്റെ കൂടെ ഈ ഒരു പുസ്തകവും പാടെ വായിക്കുമ്പോൾ ഇന്ത്യൻ ആൻഷ്യൻ്റ് ഹിസ്റ്ററി ഏകദേശം നിങ്ങൾക്ക് കറക്റ്റ് ആവും. ഇനി എക്സ്ട്രാ റീഡിങ് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്നുള്ള ആ പുസ്തകം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അഡ്വാൻസ് റീഡിങ്ങിന് വേണ്ടി മാത്രമാണ് രണ്ടാമത്തെ പുസ്തകം നിങ്ങൾ സ്വീകരിക്കേണ്ടതുള്ളൂ. അടുത്തായിട്ട് മെഡീവൽ ഇന്ത്യ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് അല്ല. UPSCക്ക് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ് വരാറ്. എങ്കിലും നിങ്ങൾക്ക് അത് വായിക്കണം എന്നുണ്ടെങ്കിൽ സ്വീകരിക്കാവുന്ന ബുക്ക് സതീഷ് ചന്ദ്രൻ്റെ ഹിസ്റ്ററി ഓഫ് മെഡീവൽ ഇന്ത്യ എന്നുള്ളൊരു ബുക്കുണ്ട്. അതും അഡ്വാൻസ് റീഡിങ്ങിനാണ്. ആവശ്യമുള്ളതൊക്കെ നിങ്ങൾക്ക് NCERT വായിക്കുന്നതോട് കൂടി മെഡീവൽ ഇന്ത്യ കവറാവും എന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. മോഡേൺ ഇന്ത്യയിലേക്ക് അത് NCERTയുടെ കൂടെ നിങ്ങൾ ഇതും നിർബന്ധമായിട്ട് വായിക്കണം. ഒന്നാമതായിട്ട് ബിപിൻ ചന്ദ്രൻ്റെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പറയാറുണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ സ്പെക്ട്രമാണ് നമുക്ക് ഒന്നുപാടെ പെട്ടെന്ന് റെഫറൻസ് നടത്താൻ പറ്റിയ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഒരു ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന സ്പെക്ട്രത്തിൻ്റെ പുസ്തകമുണ്ട്. അത് വായിക്കാം. അതിൻ്റെ കൂടെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ ഒരു ബിപിൻ ചന്ദ്രൻ്റെ ഒരു മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പുസ്തകമാണത്. അതും വായിച്ച് ഞാൻ നന്നാവും. പിന്നെ നിങ്ങൾക്കൊരു എക്സ്ട്രാ റീഡിങ്ങിന് വേണമെങ്കിൽ ഇന്ത്യാസ് സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്നുള്ള ബിപിൻ ചന്ദ്രയുടെ മറ്റൊരു പുസ്തകമുണ്ട്. അതൊരു സ്റ്റോറി വായിക്കുന്ന പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വായിച്ച് തീർക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇത് എക്സ്ട്രാ റീഡിങ്ങിന് മാത്രമേ അത് ആവശ്യമുള്ളൂ എന്ന് അറിഞ്ഞിരിക്കാം. അതാണ് മോഡേൺ ഇന്ത്യയിൽ അറിഞ്ഞിരിക്കേണ്ടത്. അടുത്തത് ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചറിൽ നമ്മൾ ഓൾറെഡി +1, +2 NCERTയിൽ ആർട്ട് ആൻഡ് കൾച്ചർ കവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ബുക്ക് നിതിൻ സിംഗാനിയൻ്റെ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ എന്നുള്ളൊരു പുസ്തകമുണ്ട്. അത് കുറച്ച് വലിയ പുസ്തകമാണ്. അതിലെല്ലാം വേണമെന്നല്ല, എന്നാലും അത് ചിത്രസഹിതം കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആർട്ട് ആൻഡ് കൾച്ചർ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതും വാങ്ങുന്നതുകൊണ്ട് തെറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നല്ല വ്യക്തമായ പുസ്തകങ്ങൾ ആർട്ട് ആൻഡ് കൾച്ചർ നൽകുന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ എക്സ്ട്രാ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചറിനെ കുറിച്ച് കൂടുതൽ അറിവ് കിട്ടാൻ വേണ്ടി ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ എന്നുള്ള ഒരു CCRT വെബ്സൈറ്റും അത് ഗവൺമെൻറ് പബ്ലിക്കേഷനാണ്. അതും നിങ്ങൾക്ക് ഉപകരിക്കും എന്നുള്ളതാണ് ആർട്ട് ആൻഡ് കൾച്ചറിലും അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട പുസ്തകങ്ങൾ. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, NCERTയുടെ എക്സ്ട്രാ റീഡിങ്ങിനാണ് ഇതൊക്കെ ആവശ്യമായി വരുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ ഇതിൻ്റെയൊക്കെ കൂടെ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽ, കാരണം അത് നിങ്ങൾ കേൾക്കുന്ന ക്ലാസ്സും നിങ്ങൾക്ക് കിട്ടുന്ന മെറ്റീരിയലും ഒരുപോലെ ആകുമ്പോൾ അതും എപ്പോഴും നിങ്ങളുടെ റീഡിങ്ങിനെയും നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും സഹായിക്കും എന്നുള്ളത് സത്യം തന്നെയാണെന്നുള്ളതാണ്. അടുത്തതായിട്ട് ഇന്ത്യൻ ജോഗ്രഫി ആൻഡ് വേൾഡ് ജോഗ്രഫിക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നത് ഒന്ന് ജോഗ്രഫിക്ക് നിർബന്ധമായിട്ട് ഒരു അറ്റ്ലസ് വേണമെന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഓക്സ്ഫോർഡ് സ്കൂൾ അറ്റ്ലസ് ആണ് ഏറ്റവും നന്നാവുക. ഇനി അതല്ല ഓറിയൻറ്റ് ബ്ലാക്ക് സ്വാൻ ആയാലും പ്രശ്നമില്ല. ഇനി മറ്റേത് അറ്റ്ലസ് ആയാലും വലിയ കുഴപ്പമില്ല എന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ നിങ്ങൾ അതിൽ നോക്കേണ്ട പുസ്തകം ഗോച്ചൻ ലിയോൻ്റെ
GC ലിയോങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ജോഗ്രഫി എന്നുള്ളൊരു പുസ്തകമുണ്ട്. അത് നിർബന്ധമായിട്ടും ഫിസിക്കലും ഹ്യൂമൻ ജോഗ്രഫിയും കവർ ചെയ്യാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾ NCERTയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ജോഗ്രഫി നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എക്സ്ട്രാ റീഡിങ്ങിന് വേണമെങ്കിൽ മാജിദ് ഹുസൈൻ്റെ ജോഗ്രഫിയും എന്ത് ചെയ്യാവുന്നതാണ്, ഫോളോ ചെയ്യാവുന്നതാണ്. അതിൽ രണ്ടും ഫിസിക്കൽ ജോഗ്രഫിയും അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫിയും രണ്ടും ഒരുമിച്ച് കവർ ചെയ്യുന്നൊരു പുസ്തകമാണ്. അതൊരു എക്സ്ട്രാ റീഡിങ്ങിന് മാത്രമേ ആവശ്യമുള്ളൂ എന്ന് അറിഞ്ഞിരിക്കുക. NCERTയും അതുപോലെ തന്നെ ഈ ഗോച്ചൻ ലിയോൻ്റെ പുസ്തകവും കവർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ജോഗ്രഫി കവറാവും എന്നുള്ളതാണ്. പിന്നെ അടുത്ത സബ്ജക്റ്റായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതിനുവേണ്ടി നമ്മൾ ഫോളോ ചെയ്യേണ്ട പുസ്തകങ്ങൾ, നമ്മൾ ഓൾറെഡി കുറച്ച് പൊളിറ്റീൻ്റെ കാര്യങ്ങൾ NCERTയിൽ വായിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾ ലക്ഷ്മികാന്തിൻ്റെ പുസ്തകമാണ് വാങ്ങേണ്ടതെന്നുള്ളതാണ്. പൊളിറ്റിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ വാങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എക്സ്ട്രാ റീഡിംഗ് വേണമെങ്കിൽ DD ബസുവിൻ്റെ പുസ്തകവും അഡ്വാൻസ് റീഡിങ്ങിന് എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ആ ഒരു പുസ്തകവും നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഏകദേശം ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലക്ഷ്മികാന്ത് തന്നെ കവറാവും. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന, നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ കിട്ടുന്ന മെറ്റീരിയലും അത് കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് നിങ്ങൾ ഇന്ത്യൻ എക്കണോമി പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് നോക്കാവുന്ന പുസ്തകങ്ങൾ, ഒന്ന് ഇന്ത്യൻ എക്കണോമി കീ കോൺസെപ്റ്റ്സ് എന്നുള്ള ഒരു പുസ്തകമുണ്ട്. അത് ശങ്കർ ഗണേഷിൻ്റെതാണ്. അത് നല്ല പുസ്തകമാണ്. അപ്പോൾ അത് നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് അഡ്വാൻസ് റീഡിങ്ങിന് വേണമെങ്കിൽ രമേശ് സിംഗിൻ്റെ ഇന്ത്യൻ എക്കോണമി എന്നുള്ള പുസ്തകവും വായിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ NCERTയിലെ ആ ഒരു മാക്രോ എക്കണോമിക്സ് വായിക്കുന്നതോട് കൂടി ഏകദേശം എക്കണോമി കവറാവും. പിന്നെ എക്കണോമിയിൽ കൂടുതലായിട്ടും വരുന്നത് കറണ്ട് അഫെയർസ് ആണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഈ ബേസിക്കായ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ നന്നായിട്ട് റെഡിയാക്കി കഴിഞ്ഞ് കൂടുതൽ കറണ്ട് അഫെയർസ് റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് ആണ് UPSC എപ്പോഴും ചോദിക്കുന്നത്. അത് കൂടുതൽ തറവാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യൻ എക്കോണമിയിൽ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ അടുത്തതായിട്ട് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. സയൻസ് ആൻഡ് ടെക്നോളജിയും വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ഏരിയയാണ് പ്രിലിംസിലൊക്കെ പ്രത്യേകിച്ച്. അതിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒന്ന് ഹിന്ദു നന്നായിട്ട് കവർ ചെയ്യുക എന്നുള്ളതാണ്. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഹിന്ദു നന്നായിട്ട് കവർ ചെയ്യുക എന്നുള്ളതിനാണ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സയൻസ് മോണിറ്റർ രാജ്യസഭ TV നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, വാച്ച് ചെയ്യാവുന്നതാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ കറണ്ട് അഫെയർസ് റിലേറ്റഡ് ആണ് സയൻസ് ആൻഡ് ടെക്നോളജി എപ്പോഴും ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ നിങ്ങൾക്ക് അടുത്ത് എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജി, ബയോഡൈവേഴ്സിറ്റി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ടോപ്പിക്കാണ് ഇപ്പോൾ. അതിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന പുസ്തകം എന്ന് പറഞ്ഞാൽ ശങ്കർ IASൻ്റെ എൻവയോൺമെൻറ്റ് എന്നുള്ള പുസ്തകം നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ NIOSൻ്റെ മെറ്റീരിയലും എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടതിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്ന നോക്കാവുന്നതാണ്. ഈ രണ്ട് പുസ്തകങ്ങളാണ്. പ്ലസ് കറണ്ട് അഫെയർസ് ആണ് ഇതിലും ഏറ്റവും പ്രധാനം അറിഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യൻ എക്കോണമിയിലും എൻവയോൺമെൻറ്റിലും സയൻസ് ആൻഡ് ടെക്നോളജിയിലും ഈ മൂന്നിലും നിങ്ങൾ കറണ്ട് അഫെയർസ് നന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. കറണ്ട് അഫെയർസ് റിലേറ്റഡ് ആണ് ക്വസ്റ്റ്യൻസ് മുഴുവൻ ചോദിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. 90% ക്വസ്റ്റ്യൻസ് ഈ ഒരു 3 ടോപ്പിക്കിൽ നിന്ന് കറണ്ട് അഫെയർസ് റിലേറ്റഡ് ആണ്. അപ്പോൾ കറണ്ട് അഫെയർസ് ഫോളോ ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ജനറൽ അവയർനെസ് കിട്ടാൻ വേണ്ടി നോക്കാവുന്ന പുസ്തകം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇയർ ബുക്ക് നോക്കാവുന്നതാണ്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്യുന്നതാണ് ഇന്ത്യൻ ഇയർ ബുക്ക്. അത് സാവധാനം കുറച്ച് ഓരോ ദിവസവും കുറച്ച് പേജുകൾ വായിക്കുന്ന രീതിയിൽ കവർ ചെയ്താൽ മതി. അപ്പോൾ ഇന്ത്യൻ ഇയർ ബുക്കും ഒരു ജനറൽ അവയർനെസ് കിട്ടാനും നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും ഒന്ന് വായിക്കാനും ഈ ഒരു ഇന്ത്യൻ ഇയർ ബുക്ക് സഹായിക്കുന്നുള്ള അറിഞ്ഞിരിക്കാം. പിന്നെ CSAT നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി അത് ധാരാളം പുസ്തകങ്ങൾ CSAT മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. ഏതെങ്കിലും ഒരു പുസ്തകം നിങ്ങൾക്ക് വീക്കാണെങ്കിൽ, CSATൽ നിങ്ങൾ വീക്കാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുന്നതുകൊണ്ടും തെറ്റില്ല. അതിനാണെങ്കിൽ അരിഹന്തിൻ്റെ ഒരു പുസ്തകമൊക്കെ ഇറങ്ങുന്നുണ്ട്, ക്രാക്കിംഗ് ദ CSAT എന്ന് പറഞ്ഞിട്ടുള്ള, അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് ഹിന്ദു റീഡിംഗ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് വരുന്നതോടുകൂടി തന്നെ ഇംഗ്ലീഷ് എന്നുള്ള പാട്ടൊക്കെ കവർ ചെയ്യാൻ സാധിക്കും. പിന്നെ മാത്സിലും മറ്റുള്ള മെൻ്റൽ എബിലിറ്റിയിലൊക്കെ കുറച്ച് ഐഡിയ ഉള്ള ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് അതിനു വേണ്ടി പുസ്തകം നോക്കേണ്ടതില്ല. പകരം മറിച്ച് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കി അതിൻ്റെ ഒരു മാർക്ക് ഏകദേശം നിങ്ങൾക്കൊരു മോർ ദാൻ 70+ നേടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് മതിയാവും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഞാൻ ചില സബ്ജക്റ്റുകളിലൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ റീഡിങ്ങിന്, അഡ്വാൻസ് റീഡിങ്ങിന് വേണ്ട പുസ്തകങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ താല്പര്യമനുസരിച്ച് ഫസ്റ്റ് തന്നെ നിങ്ങളത് വാങ്ങേണ്ടതില്ല. മറിച്ച് നിങ്ങളുടെ പഠനമൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വേണം തോന്നുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ വാങ്ങിയാൽ മതി എന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ ബേസിക്കായിട്ട് നിർബന്ധമായിട്ട് ഉണ്ടാവണമെന്ന് പറഞ്ഞ ആ പുസ്തകങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ അതിൻ്റെ PDF അല്ലെങ്കിൽ അത് ഒരു ഹാർഡ് കോപ്പിയോ വാങ്ങി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. NCERT ഒരിക്കലും മറക്കരുത്. പ്ലസ് കറണ്ട് അഫെയർസും, ഈ 3 കാര്യങ്ങളും നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഏതൊക്കെ പുസ്തകങ്ങളാണ് വായിക്കേണ്ടതെന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസാണ് ഇവിടെ ചെയ്തത്. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാകുന്ന കരുതാണ്. അപ്പോൾ ഡൗട്ട്സ് ഉള്ള ആളുകൾ ഇനിയും ഇതിൽ വല്ല ഡൗട്ട്സ് വരികയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഡൗട്ടുകൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ UPSCയുമായി ബന്ധപ്പെട്ട മറ്റുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്കും ഉപകാരം ചെയ്യും.
അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യാൻ വേണ്ടിയും ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമുക്കൊരു മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ കാണാം. ബൈ.